നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കണ്ടത്തിലെ ഒരു ശകലം പണിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോളാറിൻ്റെ ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുക. പന്നിയുടെ ശല്യത്തിന് പന്നിയെ ഓടിക്കാൻ വേണ്ടി ചെയ്യുന്ന. അപ്പം ഫെൻസിങ്ങിൻ്റെ ലൈൻ ഇവിടെ വരെ ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. അന്യ വെയിലെന്ന് പറഞ്ഞാൽ അന്യ വെയിൽ കണ്ടോ, മുട്ട പൊട്ടുന്ന വെയിലാണ്. അപ്പോൾ ഈ മുട്ട പൊട്ടുന്ന വെയിലത്ത് നമ്മൾ നല്ല ഒരു മരത്തിൽ നിന്ന് നല്ല പനിനീർ ചാമ്പയ്ക്ക ലൈവായിട്ട് പറിക്കാൻ പോവാം. കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഇമാജിൻ ചെയ്ത് നോക്കി. വാ നോക്കാം. നമ്മുടെ കണ്ടം ഇതാണ്. കണ്ടത്തിൻ്റെ കരമ്പുകൾ ചാടി ചാടി നമ്മൾ പനിനീർ ചാമ്പയ്ക്ക പറിക്കാൻ പോവാം. അതുകൊണ്ട് ആ കാണുന്നതാണ് മരം കേട്ടോ. കരമ്പത്തൂടെ ചാടി നടന്ന് നമുക്ക് പറിക്കാം. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വവ്വാലൊക്കെ അടിച്ചുകൊണ്ട് പോവാം. താഴെ കിടക്കുന്നുണ്ടോ സാറേ. അപ്പോൾ പഴുത്ത നോക്കി കാരണം പറിക്കാം. നിൽക്കുന്നുണ്ടോ? ഇത് നല്ല പഴുത്തില്ല, പക്ഷേ ഏകദേശമൊക്കെ ആയിരിക്കും. കണ്ട് ഇത് നല്ല സെറ്റായിട്ട് നിൽക്കാറുണ്ട്. ആണോടാ, നല്ല ആപ്പിളിൻ്റെ കൂട്ട് വലിപ്പമുള്ളത്. നമ്മളൊന്ന് കഴിച്ചു നോക്കാം. എന്താ പറയുന്നത്? നല്ല ചൂടുള്ളപ്പോൾ ഇത് കഴിക്കണം. സൂപ്പറാണ്. വെള്ളം കുടിക്കണ്ട, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇച്ചിരി വെള്ളം കുടിക്കണം. നെല്ലിക്കാതെ നിന്നിട്ട് വെള്ളം കുടിക്കത്തില്ലേ, അതുപോലെ ഫീൽ കിട്ടും. സൂപ്പറാണ്. എവിടെയെങ്കിലും കിട്ടുമെന്ന് ട്രൈ ചെയ്തോ കേട്ടോ. ഇതാണ് മരം കേട്ടോ. ഇത്രയും നല്ല തണലാണ് ഈ മരത്തിൻ്റെ ചോട്ടിൽ. ഇത് കണ്ടോ, ബാക്കിയുള്ള സ്ഥലത്തെ വെയിൽ കണ്ടോ. ഈ വെയിലത്ത് നിന്ന് നമ്മളിങ്ങോട്ട് വന്ന ഈ തണലത്തോട്ട് നിന്ന് ഇതിൽ നിന്ന് ലൈവായിട്ട് ഒരെണ്ണം അങ്ങോട്ട് പറിച്ചെൻ്റെ പൊന്നണ്ണാ. വേറൊരു രസം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, മരത്തിൽ ലൈവായിട്ട് നിർത്തി ആരോ തിന്നിട്ട് പോയതാണ്. ആരോ അല്ല, വവ്വാലാണോ മരപ്പട്ടിയാണോ തിന്നിട്ട് ബാക്കിയോടെ വെച്ചിട്ട് പോയേക്കുക. പിന്നെ വേറെ ഒരെണ്ണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ. നല്ല തണലും കിട്ടും. പറമ്പിലൊക്കെ നടണം. വേനൽക്കാലത്തൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടൊക്കെ സൂപ്പറാണ്. അതുപോലെ ഈ ഇനത്തിൽപ്പെട്ട അതുപോലെ ഇതുപോലുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയാം, നമ്മുടെ നല്ല വെയിൽ കൊള്ളണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വെയിലത്തൊക്കെ നല്ല രീതിയിൽ നല്ലതായിട്ട് വർക്ക് ചെയ്ത് വിയർക്കണം. വിയർത്തതിന് ശേഷം ഒരെണ്ണം എടുത്തിട്ട് നമ്മളൊരു തണലത്ത് പോയിരുന്ന് കഴിക്കണം. തണലത്ത് പോയിരുന്നതാണ് ഇങ്ങനെ അതിൻ്റെ ഒരു ഫീല്, ഒരു വേറെ ഫീല് തന്നെ കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞറിയാൻ ഒരു ആപ്പിളിൻ്റെയൊക്കെ വലിപ്പമുണ്ട്. ഇതൊരു ചെറുതാണ്. ആപ്പിളിൻ്റെ ഒക്കെ ഒരു വലിപ്പമുണ്ട്. നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ശരിക്കും ഉണ്ട്. നല്ല ഒരു മടുപ്പിക്കാത്ത രീതിയിലുള്ള മധുരമുണ്ട്. ഒരു ചെറിയ പുളിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിലത്തൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് വന്ന് ഒരെണ്ണം ഇങ്ങനെ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കണം. മരത്തിൽ നിന്ന് പറിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരം വെച്ച് പിടിപ്പിക്കണം. മരം നട്ട് കിളിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ.